ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് വെള്ളം ഒഴിക്കില്ല ചേച്ചി. ആ ഗ്ലാസ് മേടിക്കോ മക്കളെങ്കിൽ താക്കളെ ചേച്ചി കരയും ഇപ്പൊ. ഞാൻ ഭയങ്കരമായിട്ടും കരയും നന്ദൂട്ടാ. ഓക്കെ സേഫ്. അമ്മ കുടിച്ചോട്ടെ. അമ്മ കൈ വെച്ചേക്കാം. ചേച്ചിക്ക് അല്ലാതെ ഒരു വഴക്ക് കൊടുത്താൽ മതി. ചേച്ചിക്ക് ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കല്ലേ. ചേച്ചി കരയും മക്കളെ. ചേച്ചിയുടെ അമ്മ അടിക്കും ഡ്രസ്സിൽ വെള്ളം ആക്കിയോ. പാവം ചേച്ചി. വഴക്ക് കൊടുത്താൽ മതി. അമ്മ ഞാൻ വായി വെച്ചുതരാം. ഓക്കെ 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 ചേച്ചി കഴിഞ്ഞ. അപ്പം ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു. അവരോടൊക്കെ എങ്ങനെ റിപ്ലൈ ചെയ്യാറ്? ഒന്നുമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇതുവഴി കേൾക്കും, ഇപ്പോഴത്തെ കളയുക. അപ്പൊ അതിന് വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് അവരോടൊന്നും പറയാനില്ല. ഞങ്ങൾ ഒരു സൈഡിൽ കൂടി കേട്ട് മറ്റേ സൈഡിൽ കൂടി കേൾക്കുക. സ്നേഹിക്കുന്നവരോട് ഒരുപാട് നന്ദി, തിരിച്ചു സ്നേഹം, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പം പുതിയതായിട്ടുള്ള പേരൻസിന് ഒരു ടിപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്ത് പറയും? എന്ത് പറയാനാ, ഇങ്ങനെ കുറെ പേര് പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് കുഞ്ഞുങ്ങളുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ നിങ്ങൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് കുഞ്ഞിന് കണ്ണ് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഇടാൻ പാടില്ല, അത് കുഞ്ഞിന് ദോഷമാണെന്നൊക്കെ പറയുന്ന കുറെ അമ്മയും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പുറത്തറിയാതെ പോകത്തേ ഉള്ളൂ. അപ്പം എനിക്കതിലൊന്നും വലിയ വിശ്വാസമില്ല. പിന്നെ ഞാനിങ്ങനെയാണ് എന്റെ കുഞ്ഞിനെ ഇങ്ങനെ മാക്സിമം അവളുടെ ഹാപ്പി എന്തുകൊണ്ടോ അതങ്ങ് ഞാൻ ചെയ്യും, അവളുടെ വഴിയിൽ വിടും. അപ്പം നിങ്ങളും അങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അടക്കി വെക്കാതെ അവർക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഇതുപോലൊക്കെ കാണിക്കുക, അത്രേ ഉള്ളൂ. സെലിബ്രിറ്റീസോ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കോണ്ടാക്ട് ചെയ്യുക, ടെക്സ്റ്റ് ചെയ്യുക ചെയ്യാറുണ്ടോ? ഉണ്ട്. ആരൊക്കെ വിളിക്കാറുള്ളേ? കേടി, അതില് അവര് സംസാരിക്കാറുണ്ട്. പിന്നെ വേറെ 2-3 പേരുണ്ട് ഈ കോമഡി അതൊക്കെ ചെയ്യുന്നവരൊക്കെ. ഇങ്ങനെ നമുക്കിപ്പോ ഇൻസ്റ്റയിൽ ഇങ്ങനെ വരുന്നതാ. ആളിങ്ങനെ ഇതല്ലേ, ഒരു സീരിയലിനായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ പോയി അവരുമായിട്ട് മിങ്കിളൊക്കെ 2 ദിവസം പോയി. പിന്നെ അവരുമായിട്ട് ഒരു ഇതായിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ആളങ്ങ് കരച്ചിലും വിളിയും ബഹളവും വയ്യാണ്ടൊക്കെ ആയി പിന്നെ തിരിച്ചു വന്നതാ. നന്ദുകുട്ടിന്റെ ഒരുപാട് കൊലാപ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ കുറെ വരുന്നുണ്ട്. ഒരു മാസം എത്ര കൊലാപ്സ് വരുമായിരിക്കും മിനിമം? ഒരു 20 എണ്ണമൊക്കെ വരും. ഒരു 20-25 എണ്ണമൊക്കെ വരും. ഈ കൊച്ചു പിള്ളേർ വളർന്നു വരുമ്പം നമുക്ക് പല കാര്യങ്ങളും സർപ്രൈസിംഗ് ആയിട്ട് തോന്നും. എനിക്ക് സമാധാനം താടി, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോ, എനിക്ക് വയ്യ, നീ സമാധാനം താന്നൊരു ദിവസം പറയുമോ എന്നെ. അന്നേരം ഞാൻ ഇത് എന്തുവാടാ. അന്നേരം പിന്നെ ഞാൻ അത് കേൾക്കാൻ വേണ്ടി വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് കുറെ നേരം ട്രൈ ചെയ്തു. പക്ഷെ പറഞ്ഞില്ല. ഒറ്റ പ്രാവശ്യം ചില കാര്യങ്ങൾ ഇങ്ങനെ അവള് പറയും. നിനക്ക് അങ്ങ് പറയാം. ഞാൻ ഈ 3 വയസ്സുള്ള നീ ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഞാൻ ഇറങ്ങി പോവാ വീട്ടിൽ നിന്ന്. ഒരു ദിവസം ഇറങ്ങി പോയതാ. പകുതി വരെ മുകളിൽ വരെ കയറി. അന്നേരം പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇവിടെ വഴക്ക് കമ്പൊക്കെ കാണിച്ച് വരട്ടി പിന്നെ കയറി. കാരണം ഇനി ഞാൻ അമ്മ ഇട്ടിട്ട് പോത്തില്ല അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞ്. നന്ദുകുട്ടൻ നിന്റെ അടുത്ത കൊലാബ് ലാക്മി ആയിട്ടാണെന്ന് അറിഞ്ഞു. സത്യമാണോ? അല്ല, എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഷൂട്ടിനൊക്കെ കോപ്പറേറ്റ് ചെയ്യുമോ?